അപ്പൊ ഇന്ന് നമ്മൾ വന്നിക്കണത് ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ കുറെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും എന്തെല്ലാം വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പാ. അങ്ങനത്തെ കുറച്ച് ആൾക്കാര്, കുറെ ആൾക്കാരുണ്ട് വരെ, നമുക്ക് കുറച്ച് ആൾക്കാരൊന്ന് കിട്ടി. അപ്പൊ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പൊ ഒന്ന് കുറച്ച് നേരം പോയി. അപ്പൊ ഇന്ന് അവരെ വിശേഷമാണ് വരുന്നത്. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. പേര് സാദിഖ്. സാദിഖ്. ബാക്കി തിരൂർക്കാടാണ്. സ്ഥലമൊക്കെ പറയണേ, നല്ല ആൾക്കാർ തെരഞ്ഞു തരുള്ളൂ. ഓക്കെ ഓക്കെ. നിങ്ങളെ പേര്? എന്റെ നൗഷാദ് രാമപുരം. രാമപുരം. ഇവിടെ രാമപുരം, മലപ്പുറം രാമപുരത്താണ് വീട്. നിങ്ങളോ? എന്റെ പേര് സുനീർ. അരിപ്ര അവിടെ തന്നെ. പിന്നെ നിങ്ങളെ കൂട്ടത്തൊക്കെ എത്ര ആളുണ്ട്? ഇനി ഒരു 2-3 ആൾക്കാർ, 4 ആൾക്കാർ. അമീർ ഉണ്ട്, അതുപോലെ ജിനേഷ് ഉണ്ട്, നിസാർ ഉണ്ട്, പിന്നെ നമ്മൾ അജുവാർസിന്റെ പിന്നെ പറഞ്ഞ ആവശ്യമില്ല, അത്യാവശ്യം നല്ല ഫോളോവേഴ്സ്. നമ്മളെ മുന്നേ ചിത്രം വരക്കണം. അത് നമുക്ക് കൊണ്ടുവരാം ഒരു ദിവസം. വരക്കും. നിർത്തി ആള് വരച്ചീനു. അത് ആദ്യം അറിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പൊ ഇന്ന് നമ്മള് വരാനും ഒരു സംഗതി ഉണ്ട്. ഇനി വീഡിയോ എന്നാണ് വരാന്ന് ചിലപ്പോ കുറച്ച് ടൈം എടുക്കും. എന്നാലും നമ്മളൊരു ചക്ക ഗിവ് അവേ കൊടുക്കുന്നപ്പോ സ്റ്റോറി ഇടാൻ വേണ്ടിട്ട് എടുത്ത സാധനമാണ്. വീട്ടില് ചക്ക ഉണ്ട്, 2 കൊടുന്ന് വെച്ചു. അപ്പൊ ഞാനും ജിനേഷും കൊടുന്ന് വെച്ചു. അവിടെ വെച്ചപ്പോ ഞാൻ പറഞ്ഞ സ്റ്റോറി എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റോറിക്കുള്ള സാധനം വെറുതെ രസത്തിന് അതില് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോ സാദിഖ് വിളിച്ചു പറഞ്ഞു, അത് റീലിന് പറ്റിയ സാധനമാണല്ലോ, ലാസ്റ്റ് ഒരു കോമഡി ഇല്ലേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ റീലാക്കാറുണ്ട്, വെറുതെ റീലാണ് ഇട്ട് സ്റ്റോറി. നിങ്ങൾ എന്ത് ചെയ്താലും ഇത് കോമഡിയാണ്, പിന്നെ കുറെ ചിന്തിക്കാറുണ്ട്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതല്ലേ ഞാൻ അതില് നൈസായിട്ട് ഞാൻ ഒരു കമന്റ് ഇട്ടു, കുരു കിട്ടുമോന്ന്. എന്താ എന്തായാലും ഗ്യാസ് കിട്ടാമല്ലോ, ആ ഒരു ഗ്യാപ്പിലൊന്ന് നോക്കിയതാണ്. അതിന്റെ റീപ്ലൈ ഇട്ടു, വിഷു ആവട്ടെ. വേറെ പ്രശ്നമുണ്ട്, വീട്ടിലത്തെ ചക്ക തയ്യില്ല, ആൾക്കാര് വരണം തുടങ്ങി ചക്കക്ക്. കമന്റ് നോക്കി ഗ്യാസിന്റെ കാര്യം മുട്ടാലോ എന്നുള്ളത്. അപ്പൊ അതിന് കൊറേ ഞാൻ ഒന്നാമെന്ന് വെച്ചാൽ ആ ഒരു വിഷുവിന്റെ സംഭവം ഞാൻ കമന്റ് പിന്നെ നോക്കിയില്ല, വേറെ തിരക്കില്ല കഴിഞ്ഞു. അത് കിട്ടിയെന്നുണ്ട്. ഈ ഒരു ഡയലോഗും പാടിയും പറയാൻ നിൽക്കുക. എന്തായാലും ചെങ്ങ ഗ്യാസിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. അപ്പൊ ആ കുരു കഴിച്ചിട്ടെങ്കിൽ നമുക്ക് തുടങ്ങാലോ എന്നുള്ളതില്. ഗ്യാസ് കിട്ടൂലേ? ഈ ഭാഗത്ത് അടിപൊളി ഒരു ലൊക്കേഷൻ ഏരിയ. അതുകൊണ്ട് ഞങ്ങള് പല വീഡിയോസ് ഇവിടുന്ന് എടുക്കലുണ്ട്. നമുക്ക് അടുത്ത് തന്നെയാണ്, എല്ലാവർക്കും അടുത്താ. അപ്പൊ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയ സ്ഥലം. അത് ഞാൻ ചോദിക്കാനേ, നിങ്ങളിപ്പോ എങ്ങനെ ഇവിടെ ഒരേ നാട്ടുകാരല്ലോ, എന്നാലും കുറച്ച് മാറ്റം ഉണ്ടല്ലോ. ഞാന് സ്കൂളിലൊന്നുമല്ല, ഞാന് അരിപ്ര പള്ളിപ്പടിക്കാണ്. നമ്മള് ചെറുപ്പം മുതൽ അവിടെയാണ്. ഞാൻ ഇവരൊക്കെ ഒപ്പം ചെറുപ്പം മുതലേ ഞങ്ങളൊപ്പം നടക്കുന്ന ചെറുക്കന്മാരാണ്, ഞാനും സുനീറും. പിന്നെ ഞാൻ തിരൂർക്കാടേക്ക് മാറി, വീട് അങ്ങോട്ട് മാറി, അങ്ങോട്ട് വായിപ്പിച്ചു. എന്നാലും ഞാൻ കാര്യമായിട്ട് അരിപ്ര പള്ളിപ്പടിക്ക് തന്നെ വരവ്. ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവിടെ ഫ്രണ്ട്സ് ഇല്ലാന്നല്ല, എന്നാലും അരിപ്ര വരും. ആ ടൈമില് നമ്മളെ ആൾക്ക് ഗൾഫിൽ നിന്ന് വന്ന ടൈമാ തോന്നുന്നു. ആ ടൈമിൽ നമ്മളെ കിയന്റെ അവിടെ ഒരു തട്ടുകട അവന്റെ കാനോലിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഇവൻ വരുമ്പോ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പരിചയപ്പെട്ടു. ആ ഒരു കമ്പനി ഞങ്ങള് തുടർച്ചയായിട്ട് പോയി. വീഡിയോസിൽ ഇതിലൊന്നല്ല, നോർമലി സാധാ ഫ്രണ്ട്ഷിപ്പ് തന്നെ നമ്മൾ പോയി ചായ കുടിക്കണു, ഇവനോട് സംസാരിക്കണു, ഇവന്റെ ഓരോ കാര്യങ്ങളും കോമഡികളും ഇങ്ങനെ പറയും. അപ്പൊ ആ പണ്ട് മറ്റേ സിനിമന്റെ ഒരു ഫീൽഡിലൊക്കെ പോയിട്ടുണ്ടാവും, അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതില് ആ കഥകളൊക്കെ അല്ല, അപ്പൊ ആ ഒരു കഥകളാണ് അഭിനയിച്ചു ഇപ്പടുത്ത്. ആ കഥകളും കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ അടുത്ത് അഭിനയിച്ചില്ലേ? അടുത്ത സിനിമ ഷൂട്ടിംഗ് കണ്ടല്ലോ നമ്മള് അൽതാഫ് സലീം ഇല്ലേ, അൽതാഫ് സലീം, അതെ, മുകേഷ്, മിയ, ഞാൻ കണ്ടു. ഞാൻ ആ റീൽസ് ആയിട്ട് ഇങ്ങനെ. അപ്പൊ ഇവിടെ അടുത്ത് ഇറങ്ങും പടം അതോ? അത് അവര് ഈ പെരുന്നാളെന്നാ പറഞ്ഞിരുന്നേ, വിഷുവിന് ഉണ്ടാവായിരിക്കും തോന്നുന്നു. വാണിയംകുളത്താണ് ഷൂട്ടിന്. കട്ടുണ്ടാവില്ലല്ലോ? ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമയാണ്, എഡിറ്റിംഗ് ആണ്, ഒന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് നമ്മള് കൂടുതൽ സംസാരിക്കാം. അതിനെ കുറിച്ച് കൂടുതൽ പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാല് അത് ഉണ്ടാവോ ഇല്ല നമുക്ക് സിനിമയാണ്, ഒന്നും പറയാൻ പറ്റില്ല. ഇറങ്ങാണെങ്കിൽ നമ്മള് കാണിച്ചു. അതെ അതെ, ആദ്യം ഞാൻ പോയി കാണും, എന്നിട്ട് അതേ പറ്റുള്ളൂ. പ്രൊഫഷണൽ ആയിട്ട് നിങ്ങളിപ്പോ ഇതിലിങ്ങനെ കൂടിക്കാണോ അതോ ജോലി? ഇല്ല, ഞങ്ങൾക്ക് ഓരോ വർക്ക് ഉണ്ട്. എനിക്കൊരു കമ്പനി ഉണ്ട്, ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് സർവീസിന്റെ ഒരു കമ്പനി ഉണ്ട്. നമ്മളെ നോമ്പിനൊക്കെ അത് മാത്രമല്ല, ഇല്ല, ഓഫീസുകള്, ഷോറൂമുകളിലൊക്കെ ഞാൻ പിന്നെ സ്റ്റാഫുകളെ വെച്ചിട്ട് മാൻ പവർ കൊടുത്തിട്ട് മൊത്തമായിട്ട് എങ്ങനെ നമ്മളെ ഫുള്ളായിട്ട് ക്ലീനിങ് നമുക്ക് അവർക്കായിട്ട് സ്ഥിരം ജോലി കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഞാനും ഇൻഡസ്ട്രി വർക്കാണ്, സ്വന്തമായിട്ടാണ്. കുറച്ചായി ഒറ്റക്ക് പോകും, ചെറിയ ചെറിയ പരിപാടി. പിന്നെ നമുക്ക് നമ്മളെ ഫ്രീയും കാര്യം സ്വന്തമായിട്ട് ആകുമ്പോ അതല്ല മെയിന്. നമുക്ക് ഫ്രീ ആയിട്ടുണ്ടാവും, നമ്മളെ ഇഷ്ടത്തിന് പോവാ, വർക്ക് ചെയ്യാ, പോരാ, ഒരാളെ താഴെ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോ പണിക്കാര്
ഇല്ല അങ്ങനല്ല, ഞാന് പണിക്കാർ പറഞ്ഞാൽ ഞങ്ങൾ 4-5 ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഓരോ സൈറ്റിക്ക് അങ്ങനെ പോകുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് അപ്പ് എടുക്കല്. അപ്പൊ ഏതെങ്കിലും ഒരു ചെറിയ ഹെൽപ്പർ ഉണ്ടാവും നമ്മളിപ്പം, നമ്മൾ ഓരോയിട്ട് അങ്ങനെ പോകും ചെയ്യും. ഇത് നടക്കണം അവർ രണ്ടും നടക്കണം. ഇത് ഇങ്ങനെ അല്ല, ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരാണ് ഫസ്റ്റ് തുടങ്ങിയത്, നൗഷാദ്. അപ്പോ ഇതേപോലെ ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ മൂപ്പര് പള്ളിപ്പടിക്ക് വന്നു. അവിടെ കിയ ഷോറൂമിന്റെ ക്ലീനിങ്ങിന്റെ പരിപാടിയാണല്ലേ. അപ്പൊ അവിടെ മൂപ്പർക്ക് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ പള്ളിപ്പടിക്ക് വരുമ്പോൾ അരിപ്പുറ പള്ളിപ്പടി അവിടെ വരുമ്പോൾ കണ്ടിങ്ങനെ സംസാരിച്ചു. അതിലൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെറിയൊരു റോള് വരട്ടെന്ന് ചോദിച്ചു. ഇതിലിങ്ങനെ ഇതാക്കി ഫസ്റ്റ് ഒരു മടി, സത്യം പറയാലോ, ഫസ്റ്റ് ഒരു മടി തല ഇതാണ്. എന്റെ വീഡിയോസിന്റെ ആശാന് നൗഷാദ് രാമപുരാണ്. അവര് പ്ലാൻ ചെയ്തത് നമ്മളിപ്പോ ഉള്ള അമീറും ജിനേഷും പ്ലാൻ ചെയ്തു. നേരത്തെ ജിനേഷ് ഓന് പിന്നെ ടൈമിലാണ് പോയത്. അപ്പൊ ഓനും അമീറും ആണ് എന്റെ അടുത്ത് പറഞ്ഞു, അതെ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ തുടങ്ങാൻ പോവാണ്, നീ ഉണ്ട് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഓക്കെ. അവര് ഞങ്ങളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു 2 വീഡിയോ നോർമലി എടുത്തു വെച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടാമത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പോയിട്ട് ചെറിയൊരു കോമഡി സാധനമാണ്, പിന്നെ ചെറിയൊരു കാറിൽ ഇരുന്നിട്ടുള്ള ഒരു സാധനം. അപ്പോൾ ഞാൻ എടുത്തു, ആ സീൻ എടുത്തു. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾ ഒഴിവിനൊക്കെ വീഡിയോസ് എടുക്കലാണ്. അത് ഇന്നതൊന്നുമില്ല, കോമഡിയാണ് കോമഡി, സാഡാണ് സാഡ്. പിന്നെ കൂടുതൽ ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ റീച്ച് ആവുന്നത് എപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് എടുക്കുമ്പോഴും എപ്പോഴും കൂടുതൽ ആ സാഡായിക്കാം. കോമഡിനെക്കാളും കൂടുതലാണ് അതാണ് ആൾക്കാർക്ക് ഇഷ്ടം. പക്ഷെ ഇത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാനലില്ലല്ലോ, നിങ്ങളെ ഇതില് അപ്ലോഡ് ചെയ്തിട്ട് എല്ലാരും കൊളാബ് ചെയ്തിട്ടാണ്. അല്ലാതെ ഒരു ചാനൽ പറഞ്ഞാണ്ട് ഇതിൽ ഇവര് വെപ്രാളം ടീം എന്ന് പറഞ്ഞ ചാനലുണ്ട്, ടീം വെപ്രാളം എന്ന് പറഞ്ഞ ചാനലുണ്ട്. യൂട്യൂബിലും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്. അതുപാടും കൊളാബ് ചെയ്തിട്ടാണ്. ഇപ്പൊ അജുവിന്റെ പറഞ്ഞാൽ അജു ആർട്സ് എന്ന് പറഞ്ഞിട്ട് അവൻക്കായിട്ട് ഒരു പേജ് ഉണ്ട്. അവൻ യൂട്യൂബിലൊക്കെ പിന്നെ 100K 150 200K ഒക്കെ ഉണ്ട് യൂട്യൂബിൽ മാത്രം. പിന്നെ ഇൻസ്റ്റയിലും അതേപോലെ തന്നെ 10-300K അടുത്തുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തവർക്ക് ഫോളോവേഴ്സ് ഉള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ ഇടക്ക് പിന്നെ മൂപ്പരപ്പം ചെയ്യും, പിന്നെ അജു ഞങ്ങളപ്പം ഒന്ന് ചെയ്യും. ഞങ്ങൾ ഒന്നിച്ചൊരു ഗ്യാങ് ആയിട്ട് ചില ടൈമിൽ ഒന്നിച്ചൊക്കെ ഇരിക്കുമ്പോ നമ്മളും വരാന് നമ്മള് മീറ്റ് ചെയ്തതൊക്കെ അങ്ങനെ സാഹചര്യത്തിലാണ്. പിന്നെ നമ്മള് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് ഞാനൊന്നും സ്റ്റോറി ഇടായിരുന്നു കേട്ടോ, കാരണം നമുക്കത് ഇഷ്ടമാണ് അങ്ങനത്തെ കണ്ടന്റുകൾ. കുറച്ച് ആൾക്കാരുടെ നമ്മളങ്ങനെ ചെയ്യണം. പക്ഷെ ഞാനൊന്നും സ്റ്റോറി ഇടില്ല. പക്ഷെ ഇങ്ങനത്തെ നമുക്ക് ഒരുപാട് എന്താ വെച്ചാ ആൾക്കാരുടെ വെറുപ്പണില്ലല്ലോ. ചില വീഡിയോസ് ഉണ്ട് നമുക്ക് അത് ചെയ്യുന്ന ആൾക്കാരുടെ വെറുപ്പാണ്. ഇത് അങ്ങനത്തെ ഇല്ലാതെ എന്നാ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. അങ്ങനത്തെ ആകുമ്പോൾ നമുക്കൊരു ഇഷ്ടപ്പെട്ടു. അപ്പൊ കുറെ ആൾക്കാരെ നമ്മളിങ്ങനെ നോക്കി അങ്ങനെ കണ്ടിട്ട് അപ്പൊ നമ്മളതേക്ക് കൊണ്ടുവരണം. നിങ്ങളെ പരിചയമുണ്ട് ആൾക്കാരെ, അപ്പൊ നമ്മളതേക്ക് കൊണ്ടുവരണം. പിന്നെ ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ, ഈ വീഡിയോയില് കാണുന്ന അതല്ലേ ഉള്ളൂ, ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ അറിയില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതായിട്ട് നമ്മള് നിങ്ങളൊക്കെ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താന്ന് കരുതിയാണ് നമ്മളെ സുനീർ പറഞ്ഞാല് അത്യാവശ്യം പിന്നെ ജിപ്സം വർക്ക് ചെയ്യുന്ന ആളാണ്. ഇന്റീരിയർ വർക്ക് കാര്യങ്ങളെല്ലാം പറയണം. ഇൻഡസ്ട്രി വർക്ക്, അതുപോലെ തന്നെ ക്ലീനിങ് വർക്ക് ഒക്കെ നമ്മളത്തെ ആളുണ്ട്. അതിനോട് മൊബൈലിലാണ് നിസാർ പറഞ്ഞത് മൊബൈൽ ഷോപ്പാണ്. ഞങ്ങൾ അവിടുന്നാണ് ചിലപ്പോൾ ലൈവ് ഇടുക. രാമപുരം മാർക്കറ്റ് മൊബൈൽസ് പറഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ ഇടുക. പിന്നെ കുട്ടികളെ ഡ്രസ്സും കാര്യം വന്നിട്ട് നമ്മളെ അതുപോലെ നമ്മളെ ഹാപ്പി ഗുഡ് അങ്ങനത്തെ, അതായത് ബാപ്പിയല്ലാത്തൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പായി തുടങ്ങണോ? പെയിന്റിങ് ഞാൻ കൊടുക്കും, പെയിന്റിങ് വർക്ക് എല്ലാം സെറ്റായി. അല്ല പറയാം, പെരയില് മക്കള് ഒക്കെ എനിക്ക് 2 പെൺകുട്ടികളാണ്, ഭാര്യ, ഞാന്. അങ്ങനെ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ടും കാര്യം കുഴപ്പമില്ല, മാഷാഅല്ലാഹ് കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ പോകണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് എന്താ വെച്ചാൽ ഈ സ്റ്റാർട്ടിങ് വീഡിയോയില് ടൈമിൽ നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ പറയും. അതൊരു ഓൾക്ക് ചെറിയൊരു ചടപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ചെയ്യുമ്പോഴും. പിന്നെ എനിക്കുള്ള മെയിൻ റോൾ തരിക മൊത്തം വില്ലനായിട്ടാണ്. അപ്പൊ നല്ല നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ മുടിയൊക്കെ വളർത്തിയപ്പോ തന്നെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിലായിട്ടും കുറെ ആൾക്കാർ എന്താണ് ഇങ്ങനെ മുടി വളർത്തിയെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഓരോരുത്തർ നമ്മൾ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അവരിങ്ങനെയാണെന്ന് പറയുമ്പോ ഓക്കെ എന്ന് പറയുവരും, അല്ലാതെ ഒരു ഇങ്ങനെ തെറ്റാണ് മറ്റേ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ കാര്യം സപ്പോർട്ട് തന്നെ, എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്, ഒന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ വീട്ടില് ഉണ്ട് 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളാണ്, ചെറിയ കുട്ടികൾ. പിന്നെ ഉപ്പ മരിച്ചാണ്, മരിച്ച വർഷമായി. പിന്നെ സപ്പോർട്ടിങ്ങിന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഉണ്ടാവും. സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാവർക്കും ഉള്ളതാണ്. മക്കളാണ്, ഉമ്മ ഉണ്ട്.
ഉപ്പല്ല ഒക്കെ രണ്ടാണ്. ഒക്കെ രണ്ടീച്ച കുട്ടികളാ. ഞാൻ മൂന്നെണ്ണാണ്. അത് കൂട്ടിയടിച്ചു. ഞങ്ങളെ വേലയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങൾ പോണേ. ഈ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ എല്ലാരും ഇപ്പൊ പുറത്തുനിന്ന് ഇങ്ങനെ കാണണല്ലേ, നിങ്ങളെ വീഡിയോ ചെയ്ത് ഇങ്ങനെ നടക്കണം. ഇപ്പൊ കൊറേ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അത്യാവശ്യം വരുന്നുണ്ട്, എല്ലാവർക്കും കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളെ പ്രേക്ഷകരോട് എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? എന്താണ് ഞങ്ങളെ വീഡിയോസ് അതുപോലെ ഇവരെ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ വിജയം. അതാണ് മെയിൻ. ഇതിൽ സപ്പോർട്ട് കഴിഞ്ഞ് കൊടുക്കുക അല്ലെ. നമ്മള് കരുതിയ വേറെ വൈബ് കൂടെ. പിന്നെ എന്താ വെച്ചാല് നമ്മളെ ചില സാഹചര്യങ്ങള് നമ്മൾക്ക് ഇതാണ് ഇപ്പൊ നിങ്ങള് പറഞ്ഞ മാതിരി കൂലിപ്പണിക്ക് പോയിട്ട് നമ്മളൊരു ഹാപ്പിനെസ് ആണ് ഇത്. പാഷൻ നമ്മൾ ആ പാഷനായിട്ട് മാത്രമേ ഇത് കൊണ്ടുപോകാൻ പാടുള്ളൂ. നമ്മള് പിന്നെ പൈസ ഇട്ടുണ്ടോ ഇതുണ്ടോ മറ്റുണ്ടോ ആ ഒരു ചോദ്യം കണ്ടമാനം എനിക്കും വന്നിട്ടുണ്ട്. എന്താ പിന്നെ അതുപോലെ അത് ചോദിക്കുമ്പോൾ എനിക്ക് ആ ടൈമിൽ ചെറിയ വിഷമം കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പല്ല അത് തളർത്താനാണ്. അത് നോക്കണ്ട. ചില ഓരോരുത്തർ നമ്മളോട് തന്നെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരും, അതൊന്നും മൈൻഡ് വെക്കരുത്. ഈ ഒരു ഫീൽഡിലുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞു. കമന്റ്സ് വരണം, നെഗറ്റീവ് വരണം. അല്ല എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പൊ അജൂസിന്റെ ഇതിൽ തന്നെ ഫുള്ള് എന്ന് പറഞ്ഞ വില്ല റോളായിട്ടാണ് ഒരു ക്രൂരന് അങ്ങനെ പറയാം. അപ്പൊ അങ്ങനത്തെ ഇതിൽ നല്ല കമന്റ്സ് എനിക്ക് വരുന്നത്. ചിലപ്പോ ചില ആൾക്കാർ നല്ല തെറിയാണ് പറയാം, തൊള്ളിന്ന് പറയാൻ പറ്റൂല, അങ്ങനത്തെ തെറിയാണ്. ചിലപ്പോ ഫാമിലിയൊക്കെ ഇരുന്ന് കാണുമ്പോ ആ തെറി കേൾക്കുമ്പോ ഓർക്കൊരു സങ്കടം ഉണ്ടാവാതിരിക്കാം. അറിയില്ലല്ലോ. അതെ, പിന്നെ ഒന്നാമതെന്ന് വെച്ചാൽ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോഴാണ് വീഡിയോസ് റീച്ച് ആവുന്നതും. അങ്ങനെ ഞാനെന്താ പറയല്ലേ, കമന്റ് ഇടുന്ന ഒരു കമന്റ് ഇട്ട് എന്നാലേ നമ്മൾക്ക് അങ്ങോട്ട് പോകും. ശരിയാണ്. ചില ആൾക്കാർക്ക് നമുക്കൊരു വിഷമാണ് അങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇത്രയും നമ്മൾ എഫക്ട് എടുത്തിട്ട് ആകെ 1 മിനിറ്റും 30 സെക്കൻഡ് ഒക്കെ നമ്മൾ വീഡിയോസ് ഉള്ളൂ. എന്താ വെച്ചാൽ അതിനുള്ള എഫക്ട് കുറെ ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഓരോ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു കമന്റ് പാടിയും കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം. പക്ഷെ എന്നാലും ഞാൻ ചിരിച്ചിട്ട് ലൈക്ക് അടിക്കും. ഞാൻ ലൈക്ക് അടിക്കും. എന്താ വെച്ചാൽ അവര് എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടാണ് അവരെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടിട്ടാണ് അവര് കമന്റ് ചെയ്യണത്. അതാണ് ഓലെ സന്തോഷമാണ് നമ്മളെ സന്തോഷം. അപ്പൊ ഓല് ചെയ്യണേ ചെയ്യാ. ഞാൻ ആര് കമന്റ് ഇട്ടാലും ഞാൻ ചിരിച്ചൊരു ലൈക്ക് ഇട്ട് കൊടുത്ത് പതുക്കെ ഇതാകും. പക്ഷെ അവരെ എന്താ വെച്ചാൽ ആ ടൈമിലുള്ള ഇപ്പൊ ആ ഒരു വീഡിയോ കാണുമ്പോ ആ ഒരു ക്യാരക്ടറായിട്ടുള്ള ഒരു ഈറുണ്ടല്ലോ, സംഭവം അതാണ് അവരെ മനസ്സിലുള്ള പറയണത്. അല്ലാതെ വേറെ അവർക്കും ഒരു ദുരുദ്ദേശം ഉണ്ടാവൂല. അങ്ങനെ കരുതുന്നു. അല്ല നമ്മള് കരുതുന്നു ഞങ്ങൾ ആഗോള അച്ഛനാണ്. എല്ലാ ഇതിലും എല്ലാത്തിലും അച്ഛനാണ്. ആഗോള അച്ഛൻ, ആഗോള വില്ലന്, പല കുറെ ആഗോളങ്ങളുണ്ട്. അതങ്ങനെയാണ്, എവിടെ നോക്കിയാലും അച്ഛനാണ് അല്ലേ. ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, കൊറേ അച്ഛനാണ്, വില്ലനാണ്. എന്താ ഒന്നാമത് ഇപ്പൊ ഈ വീഡിയോസ് വന്നിട്ടും ഉള്ള കാര്യം പറയാലോ, അത്യാവശ്യം ആൾക്കാരെ നമ്മളെ ഇപ്പൊ അറിയട്ടോ. ഏതൊരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും നല്ല സന്തോഷം. സത്യം പറയാം, നമ്മളെ ഫോളോവേഴ്സ് കാണുമ്പോ ആ വീഡിയോയിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലലാണ്. നിങ്ങൾ കാണലുണ്ടോ, സപ്പോർട്ട് ചെയ്യണം, എങ്ങനെയുണ്ട് വീഡിയോസ്, അത് നമ്മൾ അങ്ങനെ ചെയ്യുക. നമുക്കൊരു സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്ര എഫക്ട് എടുത്തിട്ട് ഇത്ര ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ. അതന്നെയാണ് മെയിൻ നമുക്കുള്ളത്. ആൾക്കാരെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മളവിടെ ഇല്ലല്ലോ, അത് ശരിയാണ്. തളർത്താനും കുറെ പാടില്ല. അതിപ്പോ ഏതൊരു മറ്റേ നമ്മളെ വീഡിയോസ് ചെയ്യണ ഏതൊരു ബ്രദേഴ്സ് ആയാലും ആരായാലും തളർത്താൻ കണ്ടമാനം ആൾക്കാരുണ്ടാവും. അല്ല ഇപ്പൊ നിങ്ങള് ഇവിടെ സ്കൂളിൽ എന്തോ ഫസ്റ്റ് ഒരു സ്റ്റേജില് ഒരു അത്യാവശ്യം എനിക്കൊരു 3 വേഷമായിരുന്നു ഒറ്റ ടൈമില്. അപ്പൊ നമ്മൾ ഇതും അതും തമ്മിലുള്ള മാറ്റം അല്ല, മാറ്റങ്ങളല്ല, അല്ല അതൊക്കെ പുതിയ സ്ക്രിപ്റ്റുകളാണ്. ഇപ്പൊ ഇതൊക്കെ റീൽ ചെയ്യാനുള്ള സാധനമാണ്. ഈ സാധനം എടുത്തുകൊണ്ട് ഞങ്ങൾ സ്റ്റേജിൽ കയറിയത്. അതിപ്പോ ഇപ്പൊ ഞങ്ങളതില് കഥാപാത്രങ്ങള് ഇവരൊക്കെ കയറ്റണമെന്നുണ്ട്, പക്ഷെ അതിലുള്ള കഥാപാത്രങ്ങൾ കുറവാ. അപ്പോ പിന്നെ ഞാന്, അമീർ, ജിനേഷ്, നിസാറ്, ഞങ്ങള് 4 പേര് ഇപ്പം ബാക്ക് സപ്പോർട്ടായിട്ട് നിന്നു. അപ്പോ ആ സ്റ്റോറി കണ്ട് അത്യാവശ്യം ആൾക്കാർക്ക് മനസ്സ് തട്ടിയ ഒരു സാധനം കേട്ടോ. കാരണം ഇപ്പോഴും വന്ന എല്ലാവരും സ്കൂളിൽ നിന്നാണെങ്കിലും അവർ ആ സൈലന്റ് ആയത് ആ ബീജം വെച്ചിട്ട് ഞങ്ങൾ ചെയ്ത് ഡയലോഗ് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഈ ഡയലോഗ് ഒരു വാപ്പാനെ കുറിച്ചുള്ളതാണ്. അപ്പൊ വാപ്പാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു ബീജം കൊണ്ട് വരുമ്പോ തന്നെ എല്ലാരും സൈലന്റാ. ഞങ്ങളാ സ്റ്റോറിന്റെ മനസ്സ് തട്ടി എന്നുള്ളത് ഞങ്ങൾക്ക് അപ്പോഴെ തോന്നി. പിന്നെ ഒരു പൊരിഞ്ഞ കയ്യടി. പക്ഷെ അത് നിങ്ങളെ നാട്ടിലെല്ലാം അതാണ് ഞങ്ങള് ഡബിൾ ആയി പോയി. കാരണം ഞങ്ങള് 2 സ്റ്റേജ് കഴിഞ്ഞു. 2 സ്റ്റേജിൽ 3ാമത്തെ സ്റ്റേജ് സാധനം സത്യം റീൽസ് ആയിട്ട് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്നും കൂടെ നമ്മൾ ഈ ബിജിഎം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിച്ചപ്പോൾ ഒന്നും കൂടെ പെട്ടെന്ന് കയറുന്ന സംഭവമാണ്. നല്ലൊരു റിയൽ സ്റ്റോറിയാ.
നമ്മൾ കാര്യം ഇതൊക്കെ ആരാ ഇതിന്റെ ആള്? സ്ക്രിപ്റ്റിന്റെ ആളാരാ? ചിലപ്പോ ഞാൻ പറയും ഈ റീലില്ലേ അല്ലെ ഈ പിന്നെ സ്റ്റേജ് നമുക്ക് കയറിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ വീട്ടിൽ നടന്ന സംഭവമാണ്.